നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, മേൽപ്പാലത്തിന് ഇരുട്ടിനെ ശിഥിലമാക്കി പ്രകാശപൂരിതം നിർമ്മിച്ച ജോസ് കെ മാണിക്ക് അഭിവാദ്യങ്ങൾ. 5 വർഷത്തിലേറെയായി ഈ റെയിൽവേ മേൽപ്പാലത്തിൽ ലൈറ്റുകൾ തെളിഞ്ഞിട്ട് ഈ വിഷയം പല ഭരണാധികാരികളുടെ മുന്നിൽ വെച്ചിട്ടും ആർക്കും ഒരു ഇടപെടൽ നടത്താനും സാധിച്ചില്ല. MLA ഉണ്ട്, MP ഉണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്, ഒക്കെ തന്നെയുണ്ട്. പക്ഷേ യാതൊരുവിധ ഇടപെടൽ നടത്തിയില്ല. അവസാനം കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തകർ യൂത്ത് ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. ഇപ്പോൾ എന്താണ് സംഭവം? കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി സാറ് ചാലക്കുടിയിലെ പ്രകാശ മനുഷ്യനായിട്ട് മാറിയിരിക്കുകയാണ്. ഈ റെയിൽവേ മേൽപ്പാലത്തിന്മേൽ അദ്ദേഹം 6 ലക്ഷം രൂപ ഇവിടെ വൈദ്യുതി ദീപങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി 6 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ്. കൃത്യമായ ഡേറ്റ് പറയുകയാണെങ്കിൽ 2026 മെയ് 22-ാം തീയതി ആകുമ്പോൾ ആഹ്ലാദ ആരവത്തിന് 1 കൊല്ലം പൂർത്തിയാവും. ഇപ്പം മെയ് കഴിഞ്ഞു, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അപ്പോൾ ഈ 1 കൊല്ലവും 3 മാസവും കഴിഞ്ഞു. ഒരു ജനപ്രതിനിധി ഒരു നാടിൻ്റെ വികസനത്തിന് വേണ്ടി മുരിങ്ങൂർ റെയിൽവേ മേൽപ്പാലത്തിന്മേൽ 5 വർഷമായിട്ട് വഴിവിളക്കുകൾ കത്താതിരുന്ന ഒരു വിഷയത്തിൽ ഇവിടെ MLA ഉണ്ട്, MP ഉണ്ട്, മറ്റാളുകളുണ്ട്, നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നു. ജോസ് കെ മാണി എന്ന് പറയുന്ന രാജ്യസഭ MP, കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണിയുടെ ഫണ്ടിൽ നിന്ന് ചാലക്കുടിക്ക് 6 ലക്ഷം രൂപ അനുവദിച്ചു. ആ 6 ലക്ഷം രൂപ അനുവദിച്ചിട്ട് 1 കൊല്ലവും 3-4 മാസം കഴിഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾ ഈ മുകളിൽ കാണുന്ന പോലെയുള്ള സംഭവമാണ്. കൂരി റിട്ടേൺ. ആഹ്ലാദാരവത്തിനും സംഭവത്തിനും കുഴപ്പമില്ല. കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ ചെയർമാനായിട്ട് നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഫണ്ട് അനുവദിച്ചത്. ഈ ഫണ്ട് അനുവദിച്ചിട്ട് ഇവിടുത്തെ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ, ഈ പ്രദേശം ഉൾപ്പെടുന്ന മേലൂർ ഗ്രാമപഞ്ചായത്ത്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത്, ഈ സംവിധാനങ്ങൾ ഇത്ര നാളായിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ തുക ഇപ്പോൾ ടെൻഡറായി. ഇതിൻ്റെ ഇടയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു, ശരി തന്നെ. പക്ഷേ ഇപ്പോൾ ഈ സാധനം ടെൻഡറായിന്ന്. ഈ ടെൻഡറായി കഴിഞ്ഞിട്ടും ഇതിൻ്റെ പിന്നിലൊരു ഫോളോ അപ്പ് നടത്താനായിട്ട് സംവിധാനങ്ങൾ തീരുമാനിക്കണ്ടേ? ഇതൊരു നാട്ടിൽ പ്രകാശപൂരിതമാക്കുന്നൊരു സംഭവമല്ലേ? ഞാൻ എന്ന് ജോസ് കെ മാണി സാറിനെ പ്രകാശപൂരിത മനുഷ്യൻ എന്നാണ് പറഞ്ഞത്. സത്യമാണ്. വേറെ ചാലക്കുടി നിയമമണ്ഡലത്തിൽ വേറെ സ്ഥലങ്ങളിലേക്കൊന്നും ഈ ഫണ്ട് അനുവദിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ചാലക്കുടിക്ക് 6 ലക്ഷം രൂപ അനുവദിച്ച ഈ റെയിൽവേ മേൽപ്പാലത്തിൽ വഴിവിളക്കുകൾ തെളിയിക്കാൻ. ഇപ്പോൾ ഈ സംഭവം ഇങ്ങനെ കിടക്കുന്നുണ്ട്. 1 കൊല്ലം കഴിഞ്ഞു, ഒരു ഇടപെടലും ഇല്ല. ഇപ്പോൾ ഈ പാലത്തുമ്പോൾ കൂടെ പോകണമെങ്കിലേ വരുന്ന വണ്ടികളുടെ ലൈറ്റ് മാത്രമുണ്ട്. കൂരി ഇരുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. കുറച്ചും കൂടിയും ഇരുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ മുഴുവൻ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ മേൽപ്പാലം ഇറങ്ങി വരുന്ന ഭാഗത്ത്. അതുപോലെ തന്നെ എത്ര അപകടങ്ങൾ ഈ മേൽപ്പാലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ആരുടെയാണ് കുഴപ്പം? ഇത് എനിക്കറിയില്ല, എന്തെങ്കിലും വല്ല ഈഗോ ക്ലാഷ് ഉണ്ടോന്ന് പറയാൻ പറ്റില്ലേ. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കൊണ്ടാണോ അവിടെ കിടക്കട്ടെ? ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ചില വലിയേട്ടന്മാരുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. പക്ഷേ തത്വത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു ജനപ്രതിനിധി അനുവദിച്ച ഫണ്ട് അനുവദിച്ച് കഴിഞ്ഞിട്ട് അതിനോട് ചെയ്യുന്ന ഏറ്റവും ധിക്കാരപരമായ ഇടപെടലാണ് ഇവിടുത്തെ തദ്ദേശഭരണ സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ളത്. മേലൂർ ഗ്രാമപഞ്ചായത്തിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിനുണ്ട്. ഈ വിഷയത്തിൽ യാതൊരു ഇടപെടലില്ലാണ്ട് ഇതിങ്ങനെ കൂരാക്കൂരിട്ടിൽ മുരിങ്ങൂർ റെയിൽവേ മേൽപ്പാലം ഇങ്ങനെ കിടക്കുന്നുണ്ട്. വളരെ ദൗർഭാഗ്യകരമായ സംഭവം. ഇങ്ങനെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ പോകണമെങ്കിൽ. പരിപാടി എടുത്തപ്പോൾ തമസോമ ജ്യോതിർഗമയാണെന്ന് പറഞ്ഞ് തദ്ദേശഭരണ സംവിധാനങ്ങളുടെ ഇടപെടലില്ലായ്മയും ഫോളോ അപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ കിടക്കുന്നത്. ഇത് കാര്യമാത്ര രീതിയിൽ ഇടപെടണം. MLA എന്നുള്ള രീതിയിൽ സനീഷ് കുമാർ ജോസഫ് ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ സാധനം, ഇതിൻ്റെ ഫണ്ട് ടെൻഡറായിട്ടുണ്ട്, ഇതൊന്ന് ഇളക്കി മുകളിലേക്ക് എത്തിച്ചാലാണ് ഈ സാധനം അവിടെ ലൈറ്റുകൾ തെളിയുള്ളൂ. നന്ദി, നമസ്കാരം.